ഇതൊരു വേട്ട തന്നെയാണോ? വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അതിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതല്ലേ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, എന്താ സംഭവം എന്ന് അറിയട്ടെ. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവമായിരുന്നു, പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും അത് സജീവാക്കാൻ അതറിയില്ല. സജീവമാക്കാൻ ശ്രമിച്ചപ്പോൾ ഇങ്ങനൊരു വാർത്ത വരുന്നു, അതിനപ്പുറത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. അറിയട്ടെ, എന്താണെന്ന് അറിയട്ടെ. ഇത് നിയമപരമായിട്ട് തന്നെ നീങ്ങും. അതേ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റുമോ? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ. ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അതിപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് അറിയാം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ, പ്രതിപക്ഷത്തിനെതിരെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവന്നൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. ബാങ്കിലത്തെ പൈസ എന്തെങ്കിലും പിന്നെ പറഞ്ഞോ? ബാങ്കിൽ അന്ന് കൊണ്ടുപോയി മറ്റേ ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയി പൈസ പിടിച്ചതിനെതിരെ അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിപ്പോൾ കേസായിട്ട് നിൽക്കണം. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാനങ്ങനെ മുൻകൂർ പിന്നെ പ്രതികരിക്കാനും കഴിയില്ല. എന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞിട്ട് നോക്കാം. അല്ല, ഇതിനകത്ത് ആദ്യം നേതാക്കളെയാണ് വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടായത്. ഇപ്പോൾ പാർട്ടിയെ തന്നെ പ്രതികൂട്ടിലാക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത്? ഇപ്പോൾ അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. അത് അറിയില്ല, അറിഞ്ഞതിന് ശേഷം പറയാം. അറിയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ല. സംഭവം വരട്ടെ, വിഷയം വരട്ടെ, എന്താണെന്ന് അറിയട്ടെ. അപ്പോൾ ഓക്കെ. PIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. EDയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. EDയുടെ നടപടികളെ സംബന്ധിച്ച് കൃത്യമായി ഇതുവരെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് കൃത്യമായ മറുപടി നൽകാം എന്നുള്ളതാണ്. ഈ അറിയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടാനുള്ള വലിയ നീക്കങ്ങളാണ് EDയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുകൂടി MM വർഗീസ് പറയുന്നു. ED കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെ സംബന്ധിച്ച് CPIMൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, സ്വത്ത് കണ്ടുകെട്ടി തുടങ്ങിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇത് സംബന്ധിച്ചാണ് CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ പ്രതികരിച്ചത്. EDയുടെ നീക്കങ്ങളെ സംബന്ധിച്ച് ഔദ്യോഗികമായി കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും CPIMന് ലഭിച്ചിട്ടില്ല. വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് കൃത്യമായി പ്രതികരിക്കാം എന്നുള്ളതാണ് MM വർഗീസ് പറഞ്ഞിട്ടുള്ളത്. ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ CPIMനെ വേട്ടയാടാനുള്ള വലിയ നീക്കം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, എന്തൊക്കെ വിഷയങ്ങളെ സംബന്ധിച്ചാണ് CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചത്? ഷമി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ, അതായത് ഈ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചാനലുകളിൽ വാർത്ത വന്നുള്ള അറിവ് മാത്രമാണ് തനിക്ക് യഥാർത്ഥത്തിൽ തന്നോട് ആരും അറിയിപ്പ് തന്നിട്ടില്ല. ഔദ്യോഗികമായി ആരും തന്നെ അറിയിച്ചിട്ടില്ല. EDയോ മറ്റാരെങ്കിലുമോ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നിട്ടില്ല. കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം പ്രതികരിക്കാം, അല്ലാതെ മുൻകൂട്ടി ഒന്നും പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് എന്ന് MM വർഗീസ് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ, ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയെ വേട്ടയാടാനുള്ള CPIMനെയും CPIM നേതാക്കളെയും വേട്ടയാടാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇത് ദുരുപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന CPIMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, സ്വത്ത് കണ്ടുകെട്ടി തുടങ്ങിയ രീതിയിലുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അതിന് നീക്കം നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളിലൊന്നും അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല. ഇത്തരത്തിൽ രേഖാമൂലമോ അല്ലാതെയോ ഒരറിയിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ അറിയാതെ ആ വിഷയത്തിൽ തനിക്ക് പറയാൻ കഴിയില്ല. മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാമെന്നാണ് MM വർഗീസ് പറഞ്ഞത്. ഷമി, തിയോഫിൻ, ഈ കേസ് സംബന്ധിച്ച ഒരു വിവരങ്ങളും CPIMന് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ
ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് വാർത്തയാക്കാനുള്ള നീക്കങ്ങളാണ് ED നടത്തുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം ഷമി നമുക്കത് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPIM നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെ വേട്ടയാടാൻ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന വിഷയങ്ങളാണിത്. അത്തരത്തിലൊരു രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു. ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് നേതാക്കളെ വേട്ടയാടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് വ്യക്തമാണ്, ഒരു വേട്ടയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം ആരോപിച്ചുകൊണ്ട് ഇതിൻ്റെ പേരിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. തെരഞ്ഞെടുപ്പിനെ പ്രതിസന്ധിയിലാക്കാൻ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കാനുള്ളൊരു നീക്കം നടന്നു. ഇതെല്ലാം ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കമാണ്. നേതാക്കളെ, പ്രത്യേകിച്ച് പാർട്ടിയെയും CPIM നേതാക്കളെയും ഓരോ പ്രധാന നേതാക്കളെയെല്ലാം ആരെയെല്ലാം വേട്ടയാടാൻ കഴിയുമോ അതെല്ലാം അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്ന് വേട്ടയാടാനുള്ളൊരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതും അദ്ദേഹം സൂചിപ്പിച്ചു. എന്തായാലും ഒരു രാഷ്ട്രീയമായ വേട്ടയാടൽ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇത് നമുക്ക് ഈ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഇത് വ്യക്തമായ കാര്യമാണ്. അത്തരത്തിലൊരു നീക്കം എന്തായാലും നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി നേരത്തെയും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ പോലും നേരിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ കത്ത് മുഖേനയോ നേതാക്കളെയോ പാർട്ടിയെയോ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയോ ഒന്നും എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കുന്നതിന് മുൻപ് തന്നെ കൊച്ചിയിൽ നിന്നും മാധ്യമങ്ങൾ വഴി ചോർത്തി കൊടുക്കുന്നൊരു നിലപാട് EDക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ED ഉദ്യോഗസ്ഥരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണോ, മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ കാര്യങ്ങൾ നേരിട്ട് അറിയിക്കുന്നതിന് പകരം മാധ്യമങ്ങളിലൂടെ അറിയുന്ന സ്ഥിതിയാണ്. അതുതന്നെയാണ് ഇന്നലെയും ഉണ്ടായത് എന്ന് MM വർഗീസ് പറയുന്നു. ഇതുവരെ അദ്ദേഹത്തിന് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ഇമെയിലോ മറ്റു രീതിയിലോ എന്തെങ്കിലും ഒന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഷമി, ജിയോഫിനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.